ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ ഹൈലൈറ്റ്സിൽ കണ്ടതുപോലെ തന്നെ ഇത് ഒരു ട്രാവൽ വ്ളോഗ് എന്ന് പറയണോ അതോ എയർപോർട്ട് എക്സ്പീരിയൻസ് എന്ന് പറയണോ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഒരു വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടി നാട്ടിൽ പോവാണ്. അപ്പം നാട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങൾ, നല്ലതും അതേപോലെ മോശമായിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസ് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാനിത് ആക്ച്വലി ഒരു നോർമൽ വ്ളോഗായിട്ട് എടുക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ നമുക്ക് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്ന കുറച്ച് കാര്യങ്ങൾ ഇൻ ബിറ്റ്വീൻ വന്നപ്പം, ഡിഫിക്കൽട്ടായിട്ടുള്ള കുറച്ച് സിനാരിയോസൊക്കെ വന്നപ്പം അതും കൂടി ഈ ഒരു വ്ളോഗിൽ ഇൻക്ലൂഡഡ് ആയെന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ രാത്രിയാണ് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. അക്കി എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് പുള്ളിക്കാരൻ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇതൊരു ജസ്റ്റ് ഒരു 10 ഡേയ്സ് ആയിരിക്കും നാട്ടിലുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് വരും. എല്ലാ തവണ നാട്ടിൽ പോകുമ്പോഴും വളരെയധികം സന്തോഷവും അതേപോലെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തന്നെയായിരിക്കും ഞാൻ പോവുക. പക്ഷേ ഈ തവണത്തെ ഒരു പോക്കിൽ കുറച്ചും കൂടിയും അധികം സന്തോഷത്തിലാണ് ഞാൻ. കാരണം അതൊരു കുഞ്ഞ് സർപ്രൈസാണ്. അത് ഈ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കറിയാം. എന്നാൽ ഞാനത് ആക്ച്വലി ഒരു വളരെ ട്രഷർ ചെയ്ത് അല്ലെങ്കിൽ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സമയമായിട്ട് മാറണം എന്ന് ആഗ്രഹിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ ആ ഒരു സർപ്രൈസ് എന്നുള്ളത് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മളിതേ എയർപോർട്ടിലെത്തി ചെക്ക് ഇൻ പരിപാടിയിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല ഭംഗിയുള്ള ഒരു വലിയൊരു ക്രിസ്മസ് ട്രീ നമ്മുടെ അബുദാബി എയർപോർട്ടിലുണ്ട്. ഭയങ്കര ഭംഗിയാണ്. അത് വീഡിയോയിൽ എനിക്ക് അതിൻ്റെ ആ ഭംഗി കംപ്ലീറ്റ് കാണിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അടുത്തൊക്കെ ചെന്ന് നോക്കുമ്പോൾ ഭയങ്കര ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള പാറ്റേണിലാണ് അവരത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഭയങ്കര രസമുണ്ട്. സൂം ചെയ്തിട്ടൊക്കെ നമുക്കിങ്ങനെ ഞാൻ കാണിച്ചു തരാൻ ട്രൈ ചെയ്യുന്നുണ്ട്. എന്തായാലും നല്ല ഭംഗിയുള്ള വർക്കാണ് അവർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതുപോലെ ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. അത് ഭയങ്കര ഒരു രസമാണ്. ദൂരെ നോക്കുകയാണെങ്കിലും കണ്ടോ, അത് അടുത്ത് നോക്കുമ്പോൾ വളരെ ഇൻട്രിക്കേറ്റ് പാറ്റേണിലാണ് അവർ ഈ ഡിസൈൻസൊക്കെ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അതുപോലെ സ്നോമാനും അങ്ങനെയുള്ളതൊക്കെ ഗിഫ്റ്റ് ബോക്സസും ഇതെല്ലാം അവരവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അബുദാബി എയർപോർട്ട് ഭയങ്കര ഒരു ക്രിസ്മസി വൈബിലാണ് അവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈവൻ അവിടെയുള്ള ഡ്യൂട്ടി ഫ്രീ ഷോപ്സൊക്കെ കംപ്ലീറ്റ് ക്രിസ്മസ് വൈബ്സിൽ അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടുത്തെ സ്റ്റാഫ് വരെ ക്രിസ്മസ് ഹാറ്റ്സൊക്കെ വെച്ചിട്ടാണ് അവർ നടക്കുന്നത്. അപ്പം അതൊക്കെ ഒരു രസമാണ് കാണാൻ വേണ്ടിയിട്ട് എന്തായാലും എയർപോർട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ വീഡിയോസും ഫോട്ടോസും ഒക്കെ നിന്നിട്ട് അവിടെ എടുക്കുന്നുണ്ടായിരുന്നു. അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ തവണ എയർപോർട്ടിൽ വന്നപ്പം. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞാൻ നമ്മുടെ ഗേറ്റിലോട്ട് നടക്കുകയാണ്. A4 ആണ് എൻ്റെ ഗേറ്റ്. അപ്പം ഞാനിങ്ങനെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പതുക്കെ പോവുകയാണ്. എന്തായാലും വലിയ ദൂരത്തേക്ക് പോകേണ്ടി വന്നില്ല. പെട്ടെന്ന് അടുത്ത് തന്നെയായിരുന്നു ഗേറ്റ്. നേരത്തെ വന്നതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം ഉണ്ടായിരുന്നു അവിടെ വെയിറ്റ് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഗേറ്റ് എത്തി, A4 ഗേറ്റ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പോകുന്നത് മുംബൈയിലോട്ടാണ്. മുംബൈയിൽ ചെന്ന് ലേ ഓവർ, അവിടെ ഒരു 2.5 hours അവിടെ ലേ ഓവർ ഉണ്ട്. അതിന് ശേഷമാണ് കൊച്ചിയിലോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബോർഡിങ്ങിൻ്റെ അവിടെ. അങ്ങനെ ബോർഡ് ചെയ്യാനുള്ള ടൈമായി. ഫ്ലൈറ്റിനകത്തൊക്കെ കയറി. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ എയർ ഇന്ത്യ എക്സ്പ്രസ്സിലായിരുന്നു പോകേണ്ടിയിരുന്നത്. ഇപ്പോൾ എയർ ഇന്ത്യ വിസ്താരമായിട്ട് എന്തോ ഒരു ലിങ്കേജ് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ലാഭമായിരുന്നു. അവരൊരു ഇയർഫോൺസൊക്കെ കൊണ്ടു തന്നു. ഞാൻ ഇതൊക്കെ കണക്ട് ചെയ്തു മൂവിയൊക്കെ കണ്ടു. പിന്നെ ഫുഡ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു. ചിക്കൻ കറിയും റൈസും പിന്നെ ഡെസേർട്ട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഒരു സാലഡ് ഉണ്ടായിരുന്നു. ഓറഞ്ച് ജ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഒരു ഫുഡിൻ്റെ വിശേഷങ്ങൾ. അങ്ങനെ ഞാൻ കണ്ടത് നമ്മുടെ ഷാഹിദ് കപൂറിൻ്റെയും കരീന കപൂറിൻ്റെയും മൂവിയായ ജബ് വി മെറ്റായിരുന്നു ഞാൻ കണ്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മൂവിയാണ്. പണ്ട് കണ്ടതാണ് ഞാൻ തിയേറ്ററിൽ പോയിട്ട്. അത് ഞാൻ വീണ്ടും ഞാനിരുന്ന് കണ്ടു. എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു മൂവിയാണ്. അപ്പോൾ ആ ഒരു മൂവി കണ്ടു കഴിയുമ്പോഴേക്കും നമ്മുടെ മുംബൈ എത്തി. അപ്പം ഈ സ്ക്രീനിൽ ഇങ്ങനെ നമുക്കത് കാണാൻ പറ്റും. എത്ര ടൈം എടുക്കും, എത്താറായോ ഇല്ലയോ, അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ മാപ്പിൽ കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ മുംബൈ എയർപോർട്ടായ ഛത്രപതി ശിവജി മഹാരാജ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും ഭയങ്കര റഷായിരുന്നു കേട്ടോ. ഇനിയാണ് നമ്മുടെ കഥയിലത്തെ ട്വിസ്റ്റ് നടക്കാൻ പോകുന്നത്. ഹാർഡ് ടൈംസ് ഇപ്പോഴാണ് വരാൻ പോകുന്നത്.
നമ്മൾ ലഗേജൊക്കെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്താണ് നമ്മൾ അറിയുന്നത് നമ്മുടെ ലഗേജ് മിസ്സിംഗ് ആണ്. നമ്മൾ 5 o'clockനാണ് മോർണിംഗ് എത്തുന്നത്. 7 o'clockന് നമ്മുടെ കണക്ഷൻ ഫ്ലൈറ്റ് ആണ്. അപ്പോൾ നമ്മുടെ ലഗേജ് നമ്മൾ ഓൾമോസ്റ്റ് 2 hours അവിടെ വെയിറ്റ് ചെയ്തിട്ടും ഒരു അപ്ഡേഷൻസും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എയർ ഇന്ത്യ ഏകദേശം കൈ ഒഴിഞ്ഞ അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എല്ലാവരും കൂടി ഭയങ്കര കംപ്ലൈനിങ്ങും കാര്യങ്ങളൊക്കെ ആയതിനു ശേഷം ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞപ്പം നമ്മുടെ ലഗേജ് വന്നു. ബൈ ദ ടൈം നമ്മുടെ ഫ്ലൈറ്റ് മിസ്സായി. അപ്പോൾ അത് എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് ആയതുകൊണ്ട് തന്നെ കോമ്പൻസേഷൻ എന്നുള്ള ഭാഗമായിട്ട് അവർ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്തു. അതുപോലെ തന്നെ നമുക്കൊരു സ്റ്റേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ എയർപോർട്ടിലുള്ള ഏതൊരു കഫേയിൽ പോയിട്ട് കഴിക്കാനുള്ളത് നമ്മുടെ ബോർഡിംഗ് പാസിലൊക്കെ എഴുതി തന്നു. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു നമുക്ക് മോർണിംഗ്. ഈവൻ നമ്മുടെ ഫ്ലൈറ്റൊക്കെ മിസ്സായി ഒരു മെസ്സൊക്കെ ക്രിയേറ്റ് ചെയ്തെങ്കിലും പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഉണ്ടായിരുന്നതെല്ലാം വളരെ നല്ല ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് ബോംബെ നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാതെ നമ്മൾ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടുത്തെ ഒരു കെഫറ്റീരിയ ആണ്. ഇവിടെ വന്നിട്ടാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിനി സ്റ്റേ അവർ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നെക്സ്റ്റ് ഫ്ലൈറ്റ് ഇനി വരുന്നത് ഈവനിങ് 5 o'clockനാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഫാമിലീസിനെ ഞാൻ അവിടെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പം നമ്മുടെ മലയാളികൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നല്ലൊരു ഫാമിലി ഫ്രം ഷാർജ ഞാൻ മീറ്റ് ചെയ്തു. അവരെ പേഴ്സണലി കുറേ ആയിട്ട് സംസാരിക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഫ്രണ്ട്ലി ആയി. അപ്പോൾ ഞാൻ അവരുടെ കൂടെയാണ് ഹോട്ടലിലേക്ക് പോകുന്നത്. ഇങ്ങനെ 2 ബാച്ച് ഓഫ് ഫാമിലിയും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ ഇവരുടെ കൂടെ അക്കമ്പനി ചെയ്തു. ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴാണല്ലോ മലയാളീസ് കൂട്ടായ്മയായിട്ട് ഒന്നിച്ച് നിൽക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഷാർജയിലുള്ള ഒരു ഫാമിലിയാണ്. നല്ല ഫാമിലി ആണ്. ആ മോനായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് കമ്പനിയായി. കുറച്ച് ടൈമേ ഉണ്ടായിരുന്നുള്ളൂ. അവനങ്ങനെ എല്ലാവരായിട്ട് അടുക്കാറില്ല എന്ന് അവൻ്റെ അച്ഛൻ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ഭയങ്കര കമ്പനിയായി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കുറേ കാര്യങ്ങളും ഒക്കെ പറഞ്ഞിങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇവരുടെ കൂടെയാണ് നമ്മൾ ഹോട്ടലിലേക്ക് പോകുന്നത്. അപ്പം ബോംബെ നമ്മൾ ജസ്റ്റ് ലേ ഓവറിന് വേണ്ടി എടുത്തിട്ടുള്ളൊരു സംഭവമായിരുന്നു. പക്ഷേ ഇങ്ങനൊരു ബാഡ് കാര്യം സംഭവിച്ചെങ്കിലും ഒട്ടും വിചാരിക്കാതെ ബോംബെയിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി ഈ ഹോട്ടലിൻ്റെ തന്നെ കാറാണ് വന്നിട്ടുണ്ടായിരുന്നത് നമ്മളെ പിക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മളിതേ ഈ ഒരു ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഇത് അവിടുത്തെ വൺ ഓഫ് ദ ഫേമസ് ആയിട്ടുള്ള ഒരു 5 star ഹോട്ടലാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നെങ്കിലും പിന്നെ അവിടെ നിന്ന് ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് എല്ലാം ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ലിഫ്റ്റിൽ നമ്മുടെ റൂമിലോട്ട് പോവുകയാണ്. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ റൂമിലോട്ട് പോയി നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വീണ്ടും നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ കഴിക്കുന്നില്ല, ഓൾറെഡി ഫുള്ളായിരുന്നു. അപ്പോൾ ഇവരും ഞാനും തൊട്ടടുത്തുള്ള റൂംസായിരുന്നു. അപ്പോൾ ഞങ്ങൾ റൂമൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. എന്തായാലും നല്ല ടയേർഡായിരുന്നു. കാരണം ഉറങ്ങാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു പ്രശ്നം കൂടി പറ്റിയതുകൊണ്ട് ഭയങ്കരമായിട്ട് ടയേർഡായിരുന്നു. അപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കണമെന്ന് ഇങ്ങനെ ജെന്യൂൻലി മൈൻഡിലുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു സിറ്റുവേഷൻ കിട്ടിയതുകൊണ്ട് നമുക്കിനി റിലാക്സ് ചെയ്ത് പതുക്കെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ കാർഡൊക്കെ ടാപ്പ് ചെയ്തതിന് ശേഷം റൂമിലോട്ട് കയറി. അപ്പോൾ ഗൈസ് നമുക്ക് കിട്ടിയ റൂം ഇതാണ്. നമ്മളിങ്ങനെ ഡോറടച്ച് ഇങ്ങനെയൊക്കെ വരുമ്പം ഇങ്ങനെ ഒരു കബേർഡ് ഷെൽഫ് എന്തോ ആണിത്. നമുക്കെന്തായാലും തുറന്ന് നോക്കാം. അയ്യോ, നമ്മൾ തുറക്കുമ്പോൾ ലൈറ്റൊക്കെ കത്തട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിപ്പം ഡ്രസ്സൊന്നും ഇല്ല വെക്കാനായിട്ട്. പക്ഷെ ഇങ്ങനൊരു സംഭവമാണ്. ജ്വല്ലറി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സേഫാക്കിയിട്ട് ഇങ്ങനെ വെക്കാം. ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം ഇതാണ് ആ ഒരു സംഭവം. ഇപ്പോൾ റൂം ടൂർ പോലെ ആയിപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഇപ്പം ആകെ സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ളത് ഈ കാണുന്ന പാസ്പോർട്ടും ബോർഡിംഗ് പാസും പിന്നെ അതെ റൂമിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ ഈ ഒരു ബാഗ് എന്തോ ഭാഗത്തിന് എടുത്തു. ഇതിൻ്റെ അകത്ത് കുറച്ച് ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തിരിച്ചു പോകുമ്പം പിന്നെ മുടി ചെയ്യാനുള്ള ചീർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ബാഗ് മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിലിപ്പം. ഒരു ഫേസ് വാഷ് പോലും ഇല്ല. അതിവിടെ ഉണ്ടെങ്കിൽ ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴുകണമെന്നുണ്ട്, ഫ്രഷായിട്ട് പോകണം. അപ്പോൾ ഇവിടെ ഒരു ചെറിയ സ്പേസ് ഇങ്ങനെ ഉണ്ട്. പിന്നെ ഈ കാണുന്നതാണ് റൂം. നല്ല അടിപൊളി റൂമാണ്. എല്ലാ ഏരിയയിലും നല്ല ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബെഡാണല്ലോ നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ അത്യാവശ്യമുള്ള കാര്യം. നല്ല അടിപൊളി ബെഡായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു റൂമിൻ്റെ ഒരു ചെറിയൊരു റൂം ടൂർ എന്ന് പറയാനായിട്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ
നല്ല ക്ഷീണമാണ്. പക്ഷെ നമുക്കിപ്പം ഈ പറയുന്ന പോലെ ലഗേജ് വരാൻ വൈകിയെങ്കിലും നമുക്കിപ്പം അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഒരു കുറച്ച് ടൈം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറും ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നമ്മുടെ ഇനിയുള്ള ഫ്ലൈറ്റ് 5:15 ഈവനിങ്. അപ്പോൾ നമ്മൾ ഒരു ലഞ്ച് കഴിച്ചതിന് ശേഷം ഒരു 3 ഒക്കെ ആകുമ്പോഴേക്കും ഇനി എയർപോർട്ടിലേക്ക് എത്തണം. അപ്പം അതും ക്യാബ് അവർ നമുക്ക് ആ ടൈമിൽ ക്യാബ് വരും, നമ്മൾ കയറിയിരുന്നാൽ മതി. പക്ഷേ ലഗേജ് ഇങ്ങനെ മിസ്സിങ് വരുമ്പം ഇതിപ്പം നോർമലായിട്ട് ഇവിടെ നടക്കുന്ന എയർ ഇന്ത്യയുടെ ഒരു പൊതുവേയുള്ളൊരു പ്രശ്നമെന്നാണ് നമുക്കറിയാൻ പറ്റിയത്. പക്ഷെ നമ്മൾ ഇത്രയും ഉറങ്ങാതെയൊക്കെ വന്ന് ഇത്രയും മണിക്കൂർ, ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 2.5 മണിക്കൂർ നമ്മൾ ലഗേജ് മറ്റേ ബെൽറ്റിൻ്റെ അവിടെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അത്ര നേരം വെയിറ്റ് ചെയ്തിട്ടും നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്തു. എന്നിട്ടും അവർക്കൊരു വളരെ സ്ലോ ആയിട്ടുള്ള രീതിയിലത്തെ റെസ്പോൺസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നാലും ഫൈനലി നമുക്കിങ്ങനെ ഒരു സ്റ്റേ പോലെയൊക്കെ കിട്ടി. ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഒന്ന് ഫ്രഷ് ആയിട്ട് പോകാൻ വേണ്ടി പറ്റും. അതിന് നല്ലതായിട്ട് തോന്നുന്നു. എന്തായാലും ഇത് ജസ്റ്റ് റൂമൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഫേസൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. ഇന്നലെ രാത്രി 9:30 ഒക്കെ ആയപ്പോൾ ഞാൻ കയറിയതാണ്. ഇപ്പം സമയം 10 മണി രാവിലെ. എനിക്ക് ഏതായാലും ഈ ഒരു മിറർ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടിപൊളി. ഇതാണ് ഗൈസ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഒരു കഫ്താനാണ്. നല്ല ഫ്ലോയി ആയിട്ട് ഭയങ്കര എന്താ പറയുക, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നൊരു ഔട്ട്ഫിറ്റാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സംഭവമാണ്. എന്തായാലും നല്ല ക്ഷീണമുണ്ട്, എനിക്ക് നല്ല തലവേദനയുണ്ട്. ഇനിയിപ്പം നമ്മൾ തൃശ്ശൂർ എത്തണമെങ്കിൽ കൊച്ചിയിൽ എനിക്ക് തോന്നുന്നത് 9:30 ആകുമ്പോഴാണ് നമ്മൾ കൊച്ചിയിലെത്തുള്ളൂ. എന്നിട്ട് കൊച്ചിയിൽ നിന്ന് ഞാൻ തൃശ്ശൂർക്ക് പോകണം. അപ്പം 1.5 hours വരും. അപ്പം 9:30 11 മണിയുടെ റേഞ്ചിലായിരിക്കും. ഇന്ന് മൺഡേയും കൂടിയാണ്, അപ്പോൾ ട്രാഫിക്കും ഉണ്ടാവും. അപ്പം ഞാനൊരു 11 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും തൃശ്ശൂർ എത്തുക. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഞാനൊരു 1 whole day ഞാൻ ട്രാവലിംഗ് ആണ് ഈ ഇട്ട ഡ്രസ്സിൽ. അപ്പം 24 hours തികയും. ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം നമ്മുടെ പെട്ടിയോ പോയോ ഇല്ലയോ എന്നുള്ളൊരു അവസ്ഥയിൽ ഇരിക്കുകയായിരുന്നു. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ലൈഫിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. അതും ഒറ്റയ്ക്ക് ആദ്യമായിട്ടൊരു പുതിയൊരു സ്ഥലത്ത് വന്നിട്ട് അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഇത്തിരി ടെൻഷനൊക്കെ വന്നു എനിക്ക്. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതുവരെ എനിക്ക് കുഴപ്പമില്ല. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഓക്കെ ആയിട്ട് സ്മൂത്തായിട്ട് പോകുമെന്ന് വിചാരിക്കണം. കാരണം ആദ്യം തന്നെ നമ്മുടെ ഫ്ലൈറ്റ് മിസ്സായി, നമുക്ക് ലഗേജ് കിട്ടാതെ ആയപ്പം അവരൊരു ഓപ്ഷൻ പറഞ്ഞത് ലഗേജ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യും, നമ്മുടെ കൊച്ചിയിലോട്ട് അവർ എത്തിച്ചോളൂ എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ ഫ്ലൈറ്റിൽ കയറി പോയിക്കോളൂ എന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പം നമ്മളാരും അത് വില്ലിങ് ആയില്ല. ഒരു 2 ഫാമിലി ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ, പിന്നെ വേറൊരു 3 ആണുങ്ങളുള്ളൊരു ഗ്രൂപ്പ്, അത്രേ ഉള്ളൂ. അപ്പം ഞങ്ങൾ എന്തായാലും പെട്ടിയില്ലാതെ എങ്ങനെ പോകാൻ പറ്റുക, നമുക്ക് നമ്മുടെ സാധനങ്ങളൊന്നും എടുക്കാതെ. പിന്നെ ബോംബെ ആണ്, നമുക്കൊരു ഉറപ്പുമില്ല നമുക്ക് കൊച്ചിയിലോട്ട് സാധനം എത്തുമല്ലോ എന്നൊക്കെ. എന്തായാലും നമ്മൾ പെട്ടി കിട്ടിയിട്ടേ ഫ്ലൈറ്റ് പോയാലും വേണ്ടില്ല, പെട്ടി കിട്ടിയിട്ട് നമ്മൾ പോകണുള്ളൂ എന്ന് നമ്മളൊരു ഡെസിഷൻ എടുത്തു എല്ലാവരും കൂടിയിട്ട്. അപ്പം പിന്നെ എനിക്കങ്ങനെ ഇനീഷ്യലി കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ചേരം കഴിഞ്ഞപ്പോൾ ഞാൻ കൂളായി. ഞാൻ വിചാരിച്ചു ഓക്കെ, ഇത് ഞാൻ ബോംബെയിൽ ഇതുവരെ വന്നിട്ടില്ല, അപ്പം എനിക്ക് ബോംബെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെയെങ്കിലും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാലോ. അപ്പം ചിലപ്പോൾ അതിനുള്ളൊരു സംഭവമായിരിക്കും. പിന്നെ എനിക്ക് വേണമെങ്കിൽ ഒരു വ്ളോഗിനൊരു കോണ്ടൻ്റായിട്ട് എനിക്കിടാം. അങ്ങനെയൊക്കെ ഞാൻ പോസിറ്റീവായിട്ടാണ് ചിന്തിച്ചത്. പിന്നെ നല്ലൊരു ലൈഫിൽ എപ്പോഴും നമുക്ക് നോർമലായിട്ട് ഇങ്ങനെ പോകുമ്പം ഇടയ്ക്കൊരു വെറൈറ്റി എക്സ്പീരിയൻസ് കിട്ടുമ്പം നമ്മളത് എൻജോയ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ഇതുവരെ ഈ ഹോട്ടലിൽ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഉറങ്ങി എഴുന്നേച്ചിട്ട് എല്ലാ അപ്ഡേറ്റ്സും ഞാൻ പറയാം. ഓക്കെ, ബൈ. അങ്ങനെ ദേ നല്ലൊരു ഉറക്കം ഞാൻ ഉറങ്ങി ഒരു 2 മണിക്കൂർ. ഇന്ന് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് 1 o'clock ആയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു റെസ്റ്റോറൻ്റാണ് കേട്ടോ അവർക്ക്. ഇതേപോലെ നല്ല പ്ലാൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഒരു ആംബിയൻസിലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഉള്ളത്.
അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഫാമിലിനെ പരിചയപ്പെട്ടു എന്ന്. അപ്പോൾ അവരും ഉണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരും കൂടിയിട്ടാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി എത്തിയത്. ഈ കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്ത് നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതേ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡ് ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. ഏത് പിക്ക് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ കാണും. പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അധികം ഫുഡ് നമ്മൾ വാരി വലിച്ച് കഴിച്ച് കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്. എന്തായാലും ഡെസേർട്ട് ഐറ്റംസൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. എനിക്ക് കൂടുതലും ഡെസേർട്ട്സ് ട്രൈ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷേ ഡെസേർട്ട്സിന് ഒരു 3 ഐറ്റംസ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിൻ കോഴ്സ് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഫ്രൈഡ് റൈസ് മുതൽ ബിരിയാണി, നാൻ, പിന്നെ നൂഡിൽസ്, പാസ്ത, അങ്ങനെ വെറൈറ്റീസ് ഓഫ് ഓപ്ഷൻസ് ആയിരുന്നു. എല്ലാം കൂടി കഴിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ, അതൊരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എന്നാലും ഡെസേർട്ട് ഞാൻ 2-3 ഐറ്റംസ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിത് ഇത്രയൊക്കെ ഫുഡ് കഴിച്ചപ്പോൾ നമ്മൾ കുറച്ച് താഴെ ഒന്ന് പോയിട്ട് ഈ ഒരു ഹോട്ടൽ എങ്ങനെയൊക്കെ ഉണ്ട്, അതിൻ്റെ ഒരു ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി കാണാം. പിന്നെ ഒരു നടത്തവും കൂടി ആവുമല്ലോ, ഇത്രയും ഫുഡ് കഴിച്ചിട്ട് ഇനി ട്രാവൽ ചെയ്യേണ്ടതല്ലേ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങി. നല്ല അടിപൊളി ഒരു ഹോട്ടലാണ്. നിങ്ങൾ ആരെങ്കിലും ബോംബെയിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നിട്ടൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക, സ്റ്റേ ഒക്കെ ചെയ്ത് നോക്കുക. നമുക്കിങ്ങനെ കിട്ടിയതുകൊണ്ട് ഇവിടെ വരാൻ വേണ്ടി പറ്റി. ഇനിയിപ്പോൾ വേറെ വല്ല പേർപ്പസിന് ബോംബെയിൽ എപ്പോഴെങ്കിലും വരുന്നുണ്ടെങ്കിലും ഓപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഹോട്ടൽ തന്നെയാണ്. അപ്പോൾ ഇവരാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഫാമിലി. നല്ല കമ്പനിയായി ഇവരായിട്ട്. നടത്തൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമുക്ക് ചെക്കൗട്ടിൻ്റെ ടൈമായി. അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് പോവാണ് ഗൈസ്. അപ്പം നമ്മുടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ലക്ഷറി സ്റ്റേ കഴിഞ്ഞിരിക്കുകയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇത് വിചാരിക്കാതെ ഇങ്ങനെയൊക്കെ സംഭവിച്ചതുകൊണ്ട് അത് കംപ്ലീറ്റായിട്ട് എൻജോയ് ചെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ടെൻഷൻ ഒഴിച്ചാൽ ബാക്കി എല്ലാതും നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മുടെ എയർപോർട്ട് നമ്മൾ വീണ്ടും എത്തി. നമ്മൾ ആക്ച്വലി ഈ ഒരു ഭാഗമൊന്നും ഈ ഒരു എയർപോർട്ടിന് എന്തായാലും കാണാനുള്ളൊരു ചാൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ വന്നതുകൊണ്ട് ഇതിൻ്റെ ഒരു മെയിൻ എൻട്രൻസും അതിൻ്റെ ആ ഒരു പാറ്റേണും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാൻ വേണ്ടി പറ്റി. അപ്പോൾ നമ്മുടെ ക്യാബ് നമ്മൾ ഡ്രോപ്പ് ചെയ്ത് അവർ പോയി. ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും ഓൾറെഡി നമ്മുടെ ചെക്ക് ഇൻ പരിപാടിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഇനി സെക്യൂരിറ്റി ചെക്ക് മാത്രമേ പെൻഡിങ് ഉള്ളൂ. അപ്പോൾ ഡയറക്റ്റ് അത് തന്നെയായിരിക്കും നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ അവിടെ എത്തിയപ്പം നമ്മളെല്ലാവരും കൂടി അദാനി ലോഞ്ചിലും കൂടി ഒന്ന് കയറി. അങ്ങനെ ആ ലോഞ്ച് ഫെസിലിറ്റീസും കൂടി നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്തു. ഇനി നമ്മൾ തിരിച്ച് ഫ്ലൈറ്റ് കയറി പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ അങ്ങനെ ബോംബെ വിശേഷങ്ങളും ഇവിടെ അങ്ങനെ തീരുകയാണ്. അങ്ങനെ നല്ലൊരു ഫാമിലീനെ എനിക്ക് പരിചയപ്പെടാൻ വേണ്ടി പറ്റി. അപ്പോൾ ഇനി ഫേർദറായിട്ട് നമ്മളിനി UAE എത്തിയിട്ട് വീണ്ടും മീറ്റ് ചെയ്യാനുള്ളൊരു പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വളരെ നല്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പറ്റിയ കുറച്ച് കാര്യങ്ങളാണ്. നല്ല ബ്യൂട്ടിഫുൾ സൺസെറ്റ് വിറ്റ്നസ് ചെയ്യാൻ വേണ്ടി പറ്റി. അങ്ങനെ ഞാൻ കൊച്ചിയിലെത്തിയപ്പോഴേക്കും എൻ്റെ പപ്പയും മമ്മയും വന്നിട്ടുണ്ട് എന്നെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരുപാട് മണിക്കൂർ കഴിഞ്ഞ് ട്രാവൽ ചെയ്ത് വന്നതുകൊണ്ട് തന്നെ നല്ല ക്ഷീണമെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മളൊരു ചായയൊക്കെ കുടിച്ചു അവിടുന്ന്. എന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അങ്ങനെ ഉദയമാമനായിരുന്നു ഡ്രൈവ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത് പിക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇനി വീട്ടിലെത്തി നന്നായി റെസ്റ്റൊക്കെ ചെയ്ത് ഒന്ന് സെറ്റാവണം. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. കുറേ എക്സ്പീരിയൻസസ് ഒക്കെ കിട്ടിയതും കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ.